ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ഉദ്ധരിച്ചുകൊണ്ട് പ്രവചിതമായ ദൈവമാതൃത്വം മറിയം ഏറ്റുവാങ്ങി. സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു ആ ജീവിതം. ആ ജീവിതത്തിലെ വ്യാകുലങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നമ്മെ സഹായിച്ചേക്കും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന ശിമയോൻ്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, യേശുവിനെ 12-ാം വയസ്സിൽ കാണാതാവുന്നത്, കാൽവരി യാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടും, കുരിശുമരണം, യേശുവിൻ്റെ മൃതദേഹം മടിയിൽ കിടക്കുന്നത്. പ്രധാനപ്പെട്ട ഈ 7 സന്ദർഭങ്ങളിലും കന്യകാമറിയം കഠിനമായ ഹൃദയവേദന അനുഭവിച്ചു. അങ്ങനെ മറിയം രക്തസാക്ഷികളുടെ രാജ്ഞിയും വ്യാകുലചിത്തരുടെ അഭയവുമായി ഭവിച്ചു. നമ്മുടെ ദുഃഖവേളയിൽ പരിശുദ്ധി അമ്മയിൽ നമുക്ക് അഭയം തേടാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധി അമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. മാതാവേ, വ്യാകുലരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന സുഹൃത ജപം ഇന്ന് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം.